ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിവിധ ലൈംഗിക അതിക്രമ കേസുകളിൽ ആരോപണ വിധേയരായവർ മുൻകൂർ ജാമ്യാപേക്ഷ പല കോടതികളിൽ നൽകിയിരുന്നു. ഈ മാസം 5-ാം തീയതി പല മുൻകൂർ ജാമ്യാപേക്ഷകളിൽ വിധി വരും. കെ ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇന്ന് 4 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത്. ഇതിൽ 3 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ മാസം 5-ന് വിധി പറയാൻ മാറ്റിയത്. അതിൽ നടൻ മുകേഷ്, ഒപ്പം നടൻ ഇടവേള ബാബു, ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ, ഈ 3 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നലെയും ഇന്നുമായി വളരെ വിശദമായ വാദമാണ് കോടതി കേട്ടത്. അടച്ചിട്ട മുറിയിലായിരുന്നു, രഹസ്യവാദമാണ് കോടതി കേട്ടത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ 3 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 5-ന് വിധി പറയാൻ മാറ്റിയത്. അതേസമയം ഇവരോടൊപ്പം തന്നെ നടൻ മണിയമ്പിള്ള രാജുവിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷ, അതിലും കോടതി വാദം കേട്ടിരുന്നു. ഇതിൽ മണിയമ്പിള്ള രാജുവിനെതിരെ നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അത് തീർപ്പാക്കുകയാണ് കോടതി ഉണ്ടായത്. കാരണം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകേണ്ടതില്ല എന്നാണ് കോടതി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കുകയായിരുന്നു. ഇതോടൊപ്പം ഇന്ന് വളരെ വിശദമായ വാദം, ഇന്നലെ 2.5 മണിക്കൂറോളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രഹസ്യമായ വാദം കേട്ടു. വ്യക്തമാണ് മുകേഷിൻ്റെതടക്കം മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഈ മാസം 5-ാം തീയതി കോടതി വിധി പറയും. ഇന്ന് വിശദമായ വാദം കേട്ടിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേട്ടത്. തുടർന്നാണ് വിധി പറയാൻ വേണ്ടി ഈ മാസം 5-ലേക്ക് മാറ്റിയത്. ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.